സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ യു.ഡി.എഫ് നേടുന്ന സീറ്റുകൾ ആർ.എസ്.പിയുടെ മുന്നണി മാറ്റത്തിന്റെ കൂടി വിലയിരുത്തലാകും. സീറ്റ് വിഭജന സമയത്തെ തർക്കങ്ങളെല്ലാം അവസാനിച്ചതായും യു.ഡി.എഫ് ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും ആർ.എസ്.പി സംസ്ഥാന സെക്രട്ടറി എ അസീസ് പറഞ്ഞു. ആർ.എസ്.പി മുന്നണിയിലെത്തിയതിനാൽ ഇത്തവണ യു.ഡി.എഫ് ജില്ലയിൽ മികച്ച നേട്ടം കൈവരിക്കുമെന്നും അസീസ് റിപ്പോർട്ടറോട് പറഞ്ഞു. മുന്നണി മാറ്റം നേതാക്കൾക്ക് മാത്രം ഗുണം ചെയ്തുവെന്നായിരുന്നു LDF മുന്നണി വിട്ടപ്പോൾ ആർ.എസ്.പി നേതൃത്വത്തിനെതിരെ ഉയർന്ന പ്രധാന വിമർശനം. ഈ വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് ആർ.എസ്.പി നേതൃത്വം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതീക്ഷിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ ആർ.എസ്.പി 11 ഡിവിഷനിലും ജില്ലാ പഞ്ചായത്തിൽ 4 ഡിവിഷനിലുമാണ് മത്സരിക്കുന്നത്. 4 മുനിസിപ്പാലിറ്റികളിലായി 12 ഡിവിഷനിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിൽ 14 സീറ്റിലും പഞ്ചായത്തുകളിൽ 118 വാർഡുകളിലും ആർ.എസ്.പി സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. ആർ.എസ്.പിയുടെ വരവോടെ ജില്ലയിൽ എക്കാലത്തെയും വലിയ നേട്ടമാകും യു.ഡി.എഫ് ഈ തെരഞ്ഞെടുപ്പിൽ നേടുകയെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് അല്ലേ ജയിച്ചത്? അപ്പോൾ സ്വാഭാവികമായും ആർ.എസ്.പി കൂടി മുന്നണിയിൽ ചേർന്നതിൻ്റെ യു.ഡി.എഫിൻ്റെ ഭാഗമായതിൻ്റെ നേട്ടങ്ങളാണ്. ആ പട്ടിക ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. കൊല്ലം കോർപ്പറേഷൻ, കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ, അതുപോലെ തന്നെ ധാരാളം ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകളിൽ യു.ഡി.എഫ് അധികാരത്തിൽ വരും. സീറ്റ് വിഭജന സമയത്തെ തർക്കങ്ങൾ നേതൃത്വം ഇടപെട്ട് രമ്യമായി പരിഹരിക്കാനായതും പാർട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ LDF-ലായിരുന്നപ്പോൾ ആർ.എസ്.പി ഭരിക്കുന്ന പഞ്ചായത്തുകളും കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും ഉൾപ്പെടെ പാർട്ടിക്കുണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അവയെല്ലാം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.